വളരെയധികം സന്തോഷമുണ്ട്. മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം ആ റൈറ്ററിലുള്ള എന്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എന്ന് വെച്ച് ഇതിന്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല. നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത്. അതുകൊണ്ടിട്ടാണ് ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ്, ബിൻഡോ സ്റ്റീഫൻ. എന്റെ പേര് ഡിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ എന്ന്. അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വേറെ ഫാമിലിയാണ്, വേറെ അപ്പൻ, വേറെ അമ്മ. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ചെറുപ്പത്തില് ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്താണെന്നറിയത്തില്ല. ദിലീപേട്ടന്റെ എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറൊന്നല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോനെ വെച്ചിട്ടാണ് സിനിമ എടുത്തതെന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപി മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എന്റെ ഒരു ധൈര്യം, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടന്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയതുകൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്ന് മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, അഭിനയിക്കുന്നതൊന്നുമില്ല, ഒന്നുമില്ല. അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിന്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്?
അതൊക്കെ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. പോന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും. ഞാനിത് കുറെ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവാനായിട്ട് ഞാൻ ഇതില് ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്ക് എപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ടീവിനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, വിൻഡോ ആയിക്കോട്ടെ. അപ്പൊ ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു തോന്നല് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അതിന്റെ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു. അപ്പോ നല്ലൊരു സിനിമയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സിനിമയും നല്ല സിനിമയാണെന്ന് പറയും, പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ജോണി ചേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര്, ജോസൂട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ, ഞാൻ എൻ്റെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഇതിന്റെ ഒരു ഫൈനൽ വെർഷൻ കണ്ടപ്പോൾ ഞാൻ അവന് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഇതിന്റെ ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന, അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, സൗണ്ട് മിക്സിംഗ്. അപ്പൊ മിക്സിംഗ് ചെയ്യുന്ന രാധാകൃഷ്ണൻ പറഞ്ഞത് ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത്, ഈ പടം എത്രയോ മെയിലിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യ ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അപ്പൊ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ഫംഗ്ഷന് ഞാനായിട്ട് ആരെയും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല. മാജിക് ഫ്രെയിംസിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ ഡയറക്ടറും ഡയറക്ടറൊക്കെയാണ് എല്ലാരെയും വിളിക്കാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ ദിലീപേട്ടൻ പല കോമഡിയും പറയും, നിങ്ങൾ ചിരിക്കണം, അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജോണി ചേട്ടൻ പറയില്ലേ? ഇല്ല. അപ്പം എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്നിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ, ഈ സിനിമയുടെ കാര്യം അല്ലാത്ത ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ്. ഇനി താങ്ക് യു, നന്ദി.
എന്തൊക്കെ പറയാന്നറിയില്ല. ഞാൻ ബിന്ദുവിനെ ഉച്ചയ്ക്ക് കാണുമ്പോൾ ബിന്ദു എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുരിയത് ഇപ്പൊ പുരിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ പറയാനുള്ളത് ഷാരിസ് മാസം ഇമോഷണൽ പറഞ്ഞ കയ്യിലേക്ക് വരിക്കൂട്ടി. ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ദിലീപേട്ടനോട് ഞാൻ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മൂവി മായാമോഹിനിയായിരുന്നു. മായാമോഹിനിയിൽ ഞാൻ അസിസ്റ്റന്റ് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മൈബോസ് ആയിരുന്നു. അതിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ മെയിൻ എഡിറ്ററായിട്ട് ദിലീപേട്ടൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ദിലീപേട്ടനൊപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കിന് കൊടുക്കുന്നു, മ്യൂസിക് തിരിച്ച് നമ്മുടെ എഡിറ്റിംഗ് ടേബിൾ വരുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ മ്യൂസിക്കിന് കൊടുക്കുന്നു, പിന്നെ എഡിറ്റിംഗ് വരുന്നു, ട്രിം ചെയ്യുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ക്യൂൻ സിനിമയിലായിരുന്നു ഡിജോ. പക്ഷെ ഇതിൽ ഞങ്ങളത് വെട്ടിച്ചു. അത്രത്തോളം അവിടെ ഇത് പോയി വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അസിസ്റ്റൻസും അസോസിയേറ്റും അക്ഷയ് അർജുൻ എല്ലാവരും കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ഔട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും കാണാം. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു ലിസ്റ്റിൻ ആൻഡ് ഫാമിലി പ്രോഗ്രാമാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നതിലുപരി ലിസ്റ്റിൻ ആൻഡ് ഫാമിലി. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പോൾ മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. മിഞ്ചു ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്. ഇത്രയും നാൾ നീണ്ട ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ. എന്തായാലും വളരെ സന്തോഷം. ഇതിലും ഷാരിസും ബിന്ദുവൊക്കെ ഇവിടെ വന്നിട്ട് വികാരഭരിതമായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ അതിവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇവിടെ ആരെങ്കിലും ഡബിങ്ങിന് പോയിട്ട് എന്നെ ഒരു 4-5 പ്രാവശ്യം കറക്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ഓരോ ഷാരിസൊക്കെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഷോട്ടും ഞാൻ, കാരണം ആ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രസവിച്ച് കഴിഞ്ഞ ഒരു അമ്മയുടെ അവസ്ഥയാണ് ഷാരിസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. കരയണ്ട, ഇപ്പോഴും ഇരുന്ന് കരയുക. രണ്ടാമത് ഷാരിസ് ആ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളുടെ അടുത്ത എഫേർട്ട്, ആ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, അതിൻ്റെ എന്തായാലും ദൈവം തരാതിരിക്കില്ല. ലിസ്റ്റിനും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല. ഞാനതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട് സാധാരണ എല്ലാവരും പറയും പോലെ മഞ്ജുവിന് ഇപ്പോൾ ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതൊന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. സോ താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൈഫിലായിരുന്നു നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാടാക്കിയതിൽ വളരെ സന്തോഷം. ഇനിയും ഈ യാത്രയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദിലീപേട്ട താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. സിനിമ പണ്ടുപോലെ അറിയാം, എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിന്ദുവും ഷാരിസും പ്രൊഡക്ടറുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഞാൻ വരികയും ചെയ്തു. അതിലേക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിൻ്റെ അപരാധനാണ് സംസ്ഥ. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടാണ്. എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കുട്ടി നമ്മൾ ഡയറക്ടറിനോടായിരുന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൽ വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്.
വളരെ രസം. എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ ഒരു കാര്യം ഞാൻ പറയാം, പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുക, ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് ജൂലൈ 4-ന് 22 വർഷമോ മൂന്ന് ഇറങ്ങിയത്. ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിന്റെ കാര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും ഫ്ലൈറ്റുള്ള നടൻ ദിലീപാണ്. എന്റെ സുഹൃത്തായതുകൊണ്ട് നായനായതുകൊണ്ട് പൊക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനാണ്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അതിനെയും ദിലീപ് എൻ്റെ തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോട് ഒരു കഥ പറയാൻ പറ്റുമോ? എനിക്ക് ദിലീപേട്ടനോട് വിടാൻ പേടിയാണ്. ഇവിടെ ഇന്നലെ എടുത്ത് വന്നൊരു കഥ നീ എന്തിനാ ജോലി കാരണം ദിലീപിന്റെ ഇഷ്ടം എന്താ നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല. എന്തിനാ ഉള്ള പല അടിക്കുന്നത്. അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നും നമുക്കറിയാം ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിന്റെ എത്രയോ പടങ്ങൾ, ഷാഫി ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, ലാൽജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നത്. തിളക്കമൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറഞ്ഞു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയായി. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന സാരീസ് നന്നായിട്ട് എഴുതി, വീണ്ടും നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാജിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളിത് ചിലപ്പോൾ ഷാജി വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് തോന്നുന്നു കർത്താവേ നിങ്ങൾ ശരിയാവും. നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് വന്നിട്ട് ചോദിക്കാം, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വൈദ്യുതരെ ഉണ്ടായിരിക്കും. എന്നാലും പേഷ്യന്റ് എന്റെ കൊച്ചിന് ഡോക്ടർ നമുക്ക് ഡൗട്ടാവും രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ കാര്യം എനിക്കത് തോന്നുന്നു കർത്താവ് ഞാൻ ചെയ്താൽ ശരിയാവോ? പിന്നെ സംശയം തീർത്തേയില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നാടെ പോകും, ശരിയായോ എന്നാണ്. അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയുന്നത്, പ്രാണം കളഞ്ഞ് ഇതിനോട് നിൽക്കുക എന്ന് പറയുന്നത്. ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാർജ് ഓർഗനൈസ് കൊടുക്കണം. അതുപോലെ പിന്നോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണം. പിന്നോയ്ക്ക് ആരും പഠിച്ച പുസ്തകര് കേരള കോൺഗ്രസ് ആരും പിന്നോ പഠിക്കില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനി. അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിയാസ് ദിലീപിന്റെ ഫാൻസിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അവരൊക്കെ ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും, സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. സിനിമയുടെ ഓൺലൈൻ എഴുതുന്ന സമയം തൊട്ട് എനിക്കറിയാം ഇവരനുഭവിക്കുന്ന ഒരു മെന്റൽ ഇതും എല്ലാം നമുക്കറിയാം. അതിൽ നിന്ന് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ ഈ സിനിമയുടെ ഒരു ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതിലും മികച്ച രീതിയിൽ ഈ സിനിമ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ലിസ്റ്റിൻ, ഷാരിസ്, ബിൻഡോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. ദിലീപേട്ടനോട് കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കൂടെ നിർത്തിയതിന് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാല് 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫംഗ്ഷനോടുകൂടി നടത്തുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഈ വേദിയിൽ നിന്ന് എന്നെ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്,
എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയും. ദൈവത്തിനോട് വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിന്റെ റൈറ്റർ അദ്ദേഹത്തിന്റെ 3-ാമത്തെ 4-ാമത്തെ 6-ാമത്തെ നിന്നിട്ട് കയറി. അപ്പൊ അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരിസ് അതുപോലെ സാഗർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവർ ഒരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ഷാരിസിനെയാണ് ലിസ്റ്റുമായി പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമയാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു. ഷാരിസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് സർവൈവ് ചെയ്യാൻ, അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരിസും ബിന്ദുവും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റ്. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും, കാരണം ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ വരികയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പൊ എന്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ്, അതിന്റെ റൈറ്ററാണ്, അതിന്റെ ഡയറക്ടറാണ്. അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതില് ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലെ, ഷാരിസിന്റെ കണ്ണുകളിലൂടെ. അപ്പൊ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിയെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞിടാ. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിൽ. അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് എന്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ
പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റ് വന്ന പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിന്ദുവും തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി ഈ പടത്തിന്റെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ സാധനം ആരും എടുത്തോണ്ട് പണ്ട് നോക്കിയപ്പോൾ 9-ാം തീയതി വരെ നമുക്ക് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമായിട്ട് വെച്ചേക്കണം. അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ. നമ്മുടെ നായികന്മാര്, നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും, മെയ് 9-നാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. നിങ്ങൾ എല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോ ഇവിടെ എല്ലാവരും പറഞ്ഞു, ജൂനിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെ കുറിച്ച്. അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയാ, ഫാമിലി കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നന്ദി, ഒരുപാട് നന്ദി. പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 റിലീസ് ചെയ്യാം. ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ്, മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. തുടക്കം ബിന്ദുവാണ്. എൻ്റെ സിനിമ കരിയർ, സിനിമ സംഭവിക്കുന്നത് ശരിയാണ്, ഒരു എഴുത്തുകാരന്റെ തൂലികയിലൂടെ സിനിമ തുടക്കം കുറിക്കുകയാണ്. അത് കഴിഞ്ഞൊരു സംവിധായകൻ അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സിനിമ ആകണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് വേണ്ടി അറിഞ്ഞ് അത് സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ പുതിയ പിള്ളേരെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ക്വീൻ എന്ന് പറഞ്ഞു. അന്ന് ഷാരിസും ഞാനും കൂടെ അതിനുവേണ്ടി പുറപ്പെട്ട സമയത്ത് സംഭവം എല്ലാം ശരിയാണ്. എങ്ങനെയാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് ഇത് പ്രാക്ടിക്കലി മാനേജ് ചെയ്യുക, ഈ സിനിമ മുന്നോട്ട് പോവുക, അതിന് വേണ്ട ഒരു ശക്തമായ ഒരു ഡയറക്ഷൻ ടീം വേണം എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ശരിയാണ്, സിനിമ ആക്ഷൻ കട്ട് പരിപാടിയൊക്കെ കൊള്ളാം, സിനിമ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്, തലയിലുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ പർപ്പസ് അത് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഡയറക്ഷൻ ടീമാണ്. അന്ന് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നാണ്, ശരിക്കും പറയാൻ മാലാഖയെ പോലെ വന്നാണ് ബിന്ദു, ഈ ഇരിക്കുന്ന ബിന്ദു സ്റ്റീഫൻ. അപ്പോ എനിക്ക് എന്റെ പേഴ്സണലി അന്ന് എന്റെ ആദ്യ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എന്റെ കൂടെ നിന്ന ബിന്ദു ഇന്ന് മെയ് 9 ശരിക്കും തിരശ്ശീലയിൽ സംവിധായകനാവുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം അതാണ്, മെയ് 9. ഞാൻ കുറച്ച് ഇമോഷനാവും, മറ്റൊന്നുണ്ടായിട്ടല്ല. ബിന്ദുയുടെ അന്ന് തുടങ്ങിയ യാത്രയാണ്. അത് കഴിഞ്ഞ് ക്വീൻ കഴിഞ്ഞ് ജനഗണമന കഴിഞ്ഞ് മലയാളിയിലാണ് ആക്ച്വലി ഷാരിസും ബിന്ദുവും കൂടെ പ്രിൻസിന്റെ എഴുത്തും പരിപാടിയും അതിനെപ്പറ്റിയുള്ള ചെയ്തിരുന്നു. അപ്പോ ബിന്ദുവിൽ തുടങ്ങി, അതിലൊപ്പം തന്നെ എന്റെ കൂടെ ഉണ്ടാകുന്ന നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ഷാരിസ്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അതേ ഷാരിസ് തന്നെ ബിന്ദുവോടൊപ്പം വന്നപ്പോൾ എനിക്ക് അതിലേറെ ഇരട്ടി മധുരമാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരുടെ ദിവസമാണ്, എന്നെ സംബന്ധിച്ചോളം എന്റെ ദിവസമാണ് മെയ് 9. പ്രിൻസ് ആൻഡ് ഫാമിലി. മൂന്നാമത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ, ജനഗണമന, മലയാളി 2 സിനിമ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ക്ലോസ് സർക്കിളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഫാമിലി ആയിട്ടാണെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ലിസ്റ്റിന് എനിക്ക് ഭയങ്കര ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഷാരിസും ബിന്ദുവും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ബിജോ ഓക്കെ ലിസ്റ്റിൻ സിനിമ ചെയ്യാം.
എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന് ഏറ്റവും അധികം താങ്ക്സ് പറയുന്ന ലിസ്റ്റിനോട്. താങ്ക് യു ലിസ്റ്റിൻ. കാര്യം ഇതുപോലെ പ്രൊഡ്യൂസർമാര് ഒന്നാമത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അങ്ങനെയാണ്, നഷ്ടങ്ങൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. അപ്പൊ ഈ സിനിമയിൽ പുതിയ സംവിധായകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ കാശിറക്കാൻ ഒരാൾ വേണ്ട. അപ്പൊ അതിന്റെ ഏറ്റവും മുമ്പിൽ നിന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ ശരിക്കും നന്ദി പറയാണ് ഈ മൊമെന്റിൽ. ഈ സിനിമ സംഭവിക്കാൻ മൂന്നാമത്തെ കാരണവും അതിന്റെ ഏറ്റവും മേലുള്ള കാരണവും ലിസ്റ്റിനാണ്. നാലാമത് ദിലീപേട്ടന്റെ സിനിമകൾ കണ്ട് ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ, സംവിധായകനൊക്കെ പിന്നീടാണ്, ഞാനൊക്കെ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ബിന്ദുവും ഷാരിസും വിളിച്ചു പറയുന്നത്, എടാ ദിലീപേട്ടൻ്റെ കഥ പറയാൻ പോകാൻ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞടാ വിളിക്കും ഉഷാറാവട്ടെ. അത് കഴിഞ്ഞ് ബിന്ദുവും ഷാരിസും എൻ്റെ അടുത്ത് പറയാൻ, എടാ ദിലീപേട്ടൻ ഓക്കെ പറഞ്ഞു. ആ മൊമെന്റാണ് ദിലീപേട്ടൻ ശരിക്കും അടുത്ത ഒരു, അതായത് സിനിമ സംഭവിക്കാൻ ഒരു പുതിയ സംവിധായകൻ ദിലീപേട്ടൻ നിങ്ങൾ കൊടുത്ത ഓപ്പർച്യൂണിറ്റി, ലിസ്റ്റിൻ കൊടുത്ത ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള സംവിധായകരുടെ കൂടെ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, നിങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ് സത്യം പറഞ്ഞു. വളർന്നു വരുന്ന ഓരോ ഡയറക്ഷൻ ടീമിലെ ഓരോരുത്തർക്കും കിട്ടിയ അവസരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ ദിവസം മെയ് 9 അത് കൺവേർട്ട് ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എല്ലാവരോടും ഈ സിനിമ ഞാൻ കണ്ടതാണ്, ഞാൻ പേഴ്സണലി പറയണം ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ ഭയങ്കരമായിട്ട് എനിക്ക് ആകെ എല്ലാവരോടും ഉള്ള ഒരു പോയിന്റ്, ഒരു സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഒരുപാടൊന്നും സ്നേഹിക്കണ്ട, നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഈ സിനിമ കാണാൻ മെയ് 9 തിയേറ്ററിലേക്ക് വരിക. പ്രിൻസ് ആൻഡ് ഫാമിലി, ഇത് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് റിലാക്സ് ആയിട്ട് വന്നിരുന്ന തിയേറ്ററിൽ നിന്ന് കാണാം. ഞാൻ നമ്മുടെ ബിന്ദോയുടെ പടമാണ്, ഷാരിസിന്റെ ആണ്, ലിസ്റ്റിന്റെ ആണ്, ദിലീപേട്ടന്റെ പടമാണ്. അതിനൊപ്പം ഇത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. എല്ലാ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. സിമ്പിൾ ആയിട്ട് വരിക, കാണാൻ, നിങ്ങൾ മനസ്സ് ഹാപ്പി ആവും. ഇത് എന്റെ വാക്കാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ക്ലീഷ ഡയലോഗാണെങ്കിൽ മെയിൻ ബിസിനസ് ലിസ്റ്റ്, പിന്നെ ദിലീപേട്ടൻ ഒരു പുതിയ സംവിധായകൻ അരങ്ങേറുന്നു, ഷാരിസ്, മാജിക് ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ, സ്നേഹമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തൊരു സിനിമ. ഇപ്പം നമ്മുടെ MC പറയുന്നുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമയാണ് ഇത്. അത് കേട്ടപ്പം ഞാൻ തന്നെ ഒന്ന് ഇപ്പൊ ട്രാഫിക് മുതൽ ഘട്ടം വരെ എത്തിയപ്പോഴത്തേക്ക് 30 വരെ ആയെന്ന് ഞാൻ ചെറിയൊരു അമ്പരപ്പോട് കൂടി ആലോചിച്ചു. പക്ഷെ അതിലൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡിജോ പറഞ്ഞതുപോലെ സിനിമ കണക്കുകൾ പുറത്തുവിട്ടും പുറത്തുവിടാതെയും പ്രതിസന്ധിയും എല്ലാമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടാവുക, നിലനിൽക്കുക, തുടരുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയ സംവിധായകന് അല്ലെങ്കിൽ ഒരു പുതിയ എഴുത്തുകാരന് ഒരു സ്ഥലത്ത് കൊണ്ടൊരു കഥ പറയണമെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർബന്ധമായും ഉണ്ടായിരിക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് മുൻകൂർ കച്ചവടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ധൈര്യപൂർവ്വം സിനിമ എടുക്കാൻ മുന്നോട്ട് വരുന്ന ബിന്ദോയെ പോലുള്ള പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ പോലുള്ളവർ കടം ചോദിച്ചാൽ സിനിമ നടക്കാൻ വേണ്ടി കാശ് തരുന്ന ലിസ്റ്റിനെ പോലുള്ള നിർമ്മാതാക്കൾ, ആക്ച്വലി നിർമ്മാതാക്കൾ നിലനിൽക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലിസ്റ്റ് മാത്രമല്ല, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം തന്നെ തുടർച്ചയായി സിനിമകൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം മാജിക് ഫ്രെയിംസിന്റെ 30ാമത് സിനിമ എന്നുള്ളത് തന്നെ ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അളിയ എന്റെ 100ാമത്തെ സിനിമയ്ക്കും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. രണ്ടാമത് ദിലീപേട്ടനെ കുറിച്ച് ഇപ്പോ ഷാരിസ് പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയും പറയുന്നത് പോലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. നമ്മൾ ഒരു +2 കയറുന്ന സമയത്ത് അന്ന് ദമ്പിടിക്ക് പോലും വൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്തിരുന്ന അദ്ദേഹത്തിന്റെ പടം ഇഷ്ടംപോലെ തവണ പല പല തിയേറ്ററുകളിൽ നിന്ന് വയനാട്ടിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഒരുപാട് എന്റർടൈൻ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഇദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ്, അത് നമ്മുടെ സിനിമാക്കാർക്കിടയിലും അല്ലാതെയും പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ അറിയില്ല, നമ്മുടെ വായന കൊണ്ടായിരിക്കാം, നമ്മുടെ മറ്റ് കലാരൂപങ്ങൾ കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഈ മലയാളി ഓഡിയൻസ് ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള
ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ 100% കല്യാണരാമൻ പറക്കുന്നതൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായ ഈ ഓഡിയോളജി വേദിയിൽ ഇങ്ങനൊരു 2 വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നു. അത് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട പ്രിൻസ് കാലഘട്ടം മെയ് 9 നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സംസാരിച്ചുകൾക്കൊക്കെ അറിയാം. ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം, ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്ട് ആവട്ടെ. അതുപോലെ ബിൻഡോ പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ ബിന്ദുവിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കൂട്ടം പുതിയ ആളുകളുടെ മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്. അങ്ങനെ ഒരു കൂട്ടം പുതിയ ആളുകൾ കൂടെ ഇതിൽ അരങ്ങേറുന്നു. എന്നിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ മെയ് 9 എന്ന് പറയുന്ന ദിവസം മാജിക് ഫ്രെയിംസിന്റെ ദിവസമാവട്ടെ, ദിലീപേട്ടന്റെ ദിവസമാവട്ടെ, ബിന്ദുവിന്റെ ദിവസമാവട്ടെ, ഷാരിസിന്റെ ദിവസമാവട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ദിവസമാവട്ടെ. അതോടൊപ്പം മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നമ്പറുകൾ അഭിമാന പുരസ്കാരം മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു ദിവസം കൂടിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ കുറച്ച് വരാൻ ലേറ്റായി. ലിസ്റ്റിലൊന്നും എന്നെ കൺഫ്യൂസ് ആക്കിയതാണ്, അതുകൊണ്ടാണ്. കൺഫ്യൂസിങ് മാസ്റ്ററാണ്, അപ്പം അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം ദിലീപേട്ട ഓൾ ദി വെരി ബെസ്റ്റ്. പടം നല്ല സക്സസ് ആവട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. അപ്പം ഈ പടത്തിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. Magic Friends, me being a non-Malayali, I think since long time, from Janaganamana to Garuda, lot of wonderful movies they have created, and I can proudly say my father and I have always been saying the same thing. We are big fans of Malayalam films. I think the entire India, the world now. So for Prince and family, all my heartiest wishes to Magic Frames, to director sir, and especially Dileepettan. What to say about you, what to talk about you, have been all of our favorites. I still remember a few days back we met in Kochi airport. I didn't notice him. Suddenly Moksha, then I saw, my God, Dileepettan himself calling me, and really means a lot, sir. And I would love to work with Magic Frames, Dileepettan and the entire team. All the very best. Heartiest wishes. Please watch Prince and Family on 9th May. Yeah, I'm also coming to watch the show, the first day for sure. All the best. Thank you. ഈ പടത്തിൽ ഞാനില്ല, എങ്കിലും എൻ്റെ ആ ഒരു കെട്ടിയോളാണ്ട മലാഹ, അത് എന്നെ ഞാനാക്കിയ മൂവിയിൽ ഒന്നാമത് നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദിലീപേട്ടൻ്റെ ഈ പടം ഏറ്റവും ഹിറ്റുകളിൽ ഒന്നാവട്ടെ. ഒരുപാട് ഹിറ്റുകൾ ഇനി ഉണ്ടാവട്ടെ. ലിസ്റ്റിൽ പറഞ്ഞതൊക്കെ 100 മിനി പോയിട്ടുണ്ട്. അതിൽ ഇതും ഇടം നേടുമെന്ന് ഉറപ്പാണ്. എങ്കിലും എന്നോട് അവിടുന്ന് പറഞ്ഞു, നീ പ്രസംഗിക്കാൻ പോവാണ്, അതിൽ സംസാരിക്കാൻ പോവാണെങ്കിൽ എന്നെ പോയിട്ട് പറയണം, മഞ്ജു മുത്താണോ പൊന്നാണോ സ്വത്താണ്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം ആണെന്ന് ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പടത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എനിക്ക് അഭിമാനം എന്ന് പറയാൻ, ഇപ്പോ ദിലീപേട്ടന്റെ ഫാൻസ് റിയാസ് എന്ന് പറഞ്ഞ എന്റെ അമ്മാവന്റെ മകനാണ്. ഞാൻ ദിലീപേട്ടന്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി അവരുടെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ എന്നെ അവൻ അടുപ്പിച്ചില്ല. എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്നലെ ദിലീപേട്ടനെ കണ്ടോ, ഇന്ന് കണ്ടോ? അവൻ എന്തും കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കള്ളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദിലീപേട്ടന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ നടക്കുകയും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ദിലീപേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ ആവുകയും ദിലീപേട്ടനായിട്ടുള്ള ഫോട്ടോയെ കണ്ടപ്പോ പിന്നെ അവനോട് അടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചാൻസ് മാറ്റി തരണേ എന്നൊക്കെ പറയാനും തുടങ്ങി. എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട. ബൈ. ഞാൻ ഏറ്റവും പറഞ്ഞ നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ, സനലെ, ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണിച്ചേട്ട അഭിനയം. അതെനിക്ക് കാണണം, അതെനിക്ക് കാണണം. എന്തായാലും ഞാനും ഇപ്പോ ക്രിസ്ത്യൻ
ഫാമിലിയിൽ ഒരു അംഗമാണ്. അപ്പൊ ലിസ്റ്റിൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വൺ ഹിറ്റ് ആവട്ടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടെയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്ന 100% ഉറപ്പാണ്. കാരണം ആ ഇരിക്കുന്ന ആ റോയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും പറയാണ് ഈ പടം വൻ ഹിറ്റാവട്ടെ. വീണ്ടും ദിലീപേട്ടനോടെ വീണ്ടും എനിക്കും അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് മീനാക്ഷി. പ്രിൻസ് ആൻഡ് ഫാമിലി എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. എൻ്റെ ഫസ്റ്റ് മൂവി സ്റ്റെഫി സേവ്യർ ഡയറക്ട് ചെയ്ത മധുര മനോഹര മോഹം എന്ന മൂവിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഇതുവരെ ആരും ഇവിടെ പറയാത്തൊരു പേരാണ് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാറ. ബിനോയ് ചേട്ടനാണ് ഫസ്റ്റ് നന്ദി. കാരണം ബിനോയ് ചേട്ടനെ ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷെ ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ ഫസ്റ്റ് തിയേറ്റർ ബാച്ചിൽ ഉണ്ടായിരുന്ന പുള്ളിക്കാരനാണ് ബിനോയ് ചേട്ടൻ. അപ്പൊ ഞാനവിടെ തിയേറ്റർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേൾക്കുന്ന പേരുകളിൽ ഒരു പേരായിരുന്നു ബിനോയ് ചേട്ടൻ്റെ. അപ്പൊ ബിനോയ് ചേട്ടൻ്റെ കൂടെ തന്നെ ഈ മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എന്നെ ഈ മൂവിയിലേക്ക് സെലക്ട് ചെയ്തതിന് ബിനോയ് ചേട്ടന് ഒരുപാട് താങ്ക് യു. നമ്മുടെ രൂപത്തിൽ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഫ്രം മൈ ഹാർട്ട് പറയാണ്. ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു ഷാരിസ്ക്ക് വളരെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ആ ഒരു വിഷനിലാണ് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയത്. അപ്പം താങ്ക് യു സോ മച്ച് ഷാരിസ്ക. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിൽ. പിന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്ത കോ ആക്ടേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്തതിൽ. മെയ് 9 എല്ലാവരും സിനിമ പോയി കാണണം. നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. കാര്യം പറഞ്ഞത് സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളില്ല, ചെറിയ നടന്മാരേ ഉള്ളൂ. ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോഴും അതാണ് എപ്പോഴും നോക്കാറ്. ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആവണം എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ ഷാരിഫൊക്കെ എന്നെയും പറയാറുണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്റെ മാക്സിമത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ, എനിക്കറിയില്ല. ബാക്കി കാര്യം സിനിമ കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ എനിക്ക് ആകെ പറയാനുള്ളത്, ദിലീപേട്ടൻ്റെ കൂടെ എനിക്കും സിനിമ കഴിയാൻ ഷൂട്ട് കഴിയുന്നതിന് ഒരു 3 ദിവസം മുന്നേ എങ്ങാണ്ടാണ് ഞാൻ ദിലീപേട്ടൻ സംസാരിക്കുന്നത്. അതുവരെ ഞാൻ ദൂരത്തെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മോണിറ്ററിന്റെ ബാക്കിൽ പോയി ജസ്റ്റ് കാണണം. കാരണം ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് സിനിമയിൽ ആദ്യത്തെ കാസ്റ്റ് ചെയ്തു. അപ്പൊ അതിലൊരു ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടായിരുന്നു. അപ്പം 3 ദിവസം 4 ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ പ്രായത്തൊന്നും സംസാരിക്കാതില്ല എന്നത് തോന്നി. അത്രയും കംഫർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ അടിയിൽ കൈ വെച്ച് സംസാരിച്ചത്. നിങ്ങൾ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് പുതിയ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്.